ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി 3 അയല മീൻ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണ്. ഇതിലോട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി കുറച്ച് മതി. വെളുത്തുള്ളി അല്ലി കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരു 4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നിങ്ങൾക്ക് വിനീഗറിന് പകരം ചെറുനാരങ്ങ നീരും ചേർക്കാവുന്നതാണ് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടില്ല. ഫൈനായിട്ട് അരച്ചെടുത്താൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത് ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്നതിനായി വെള്ളത്തിന് പകരം വെളിച്ചെണ്ണയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല മിക്സും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി കിട്ടണേ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുത്ത് മസാല എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കാം. മീൻ വരഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിൻ്റെ 2 സൈഡിലും ഉൾഭാഗത്തും തലയുടെ ഭാഗത്തുമൊക്കെ നന്നായി മസാല പിടിപ്പിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു മീനിൽ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മീനിലും നമുക്ക് മസാല തേച്ചെടുക്കാം. ഇങ്ങനെ മീൻ പൊരിച്ച് ചൂടോടുകൂടി ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെ ഇങ്ങനെ ഒരു മീൻ പൊരിച്ചത് കൂടി ഉണ്ടെങ്കിൽ കുശാലായി. ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും മുകളിൽ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ ഉണക്കമുളക് എടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. നമുക്കിതിന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം മീനിൽ നന്നായി പിടിച്ച് കിട്ടിക്കോളും. ഒരു 20 മിനിറ്റ് മുതൽ എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഞാൻ ഇതിനെ അടച്ചു വെച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കിനി മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാൻ നോൺ സ്റ്റിക്ക് തവ ചൂടാവാനായി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കരുത്, കുറച്ച് മാത്രം മതിയാകും. എണ്ണയിൽ നിർത്തി പൊരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ആ എണ്ണയിലോട്ട് ഇറങ്ങി ആ മീനിലോട്ടും കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമ്മുടെ മീൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒന്നുമേലൊന്ന് ടച്ച് ചെയ്യാതെ വെച്ച് കൊടുക്കണേ. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ വറ്റി കുറവായി തോന്നുകയാണെങ്കിൽ കുറേശ്ശെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ പതിയെ വെന്ത് വരണം. ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാനിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ആയി കാണും. ഇതിന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് ഉടഞ്ഞു പോവാതെ തിരിച്ചിടണേ. നമുക്ക് ഏത് മീനും ഈ ഒരു മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി മറുഭാഗവും ഇതുപോലെ വേവിച്ചെടുക്കാം. നമ്മൾ പാത്രത്തിൽ ബാക്കി വന്ന മസാല ഇതിന് മുകളിലായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ മസാല പിടിപ്പിച്ച് കഴിഞ്ഞാൽ മീൻ നന്നായി ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. മസാല കരിഞ്ഞു പോവുകയുമില്ല. ആദ്യം തന്നെ ഒരുമിച്ച് ഒരുപാട് മസാല ചേർത്ത് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആവും മീനിന്. മറുവശവും ഇതുപോലെ ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഓയിൽ ഏകദേശം ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇത് തിരിച്ചിട്ട ശേഷം അധിക സമയം വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സ്ട്രാ തേച്ച് കൊടുത്ത മസാലയും കൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഇപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗവും അത്യാവശ്യം നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. മീൻ മാത്രം കോരി എടുത്താൽ മതി. അതിൽ കിടക്കുന്ന എക്സ്ട്രാ മസാല കോരി മാറ്റേണ്ടതില്ല. ഇപ്പോൾ ഞാൻ മീനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്.
ഇനി ഈ പാനിലോട്ട് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ ചൂടിൽ കിടന്ന് ഈ സവാളയിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. സവാള അത്ര വെന്ത് കിട്ടിയാൽ മതി. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ സവാള ഓവറായിട്ട് വെന്ത് പോവുകയും മസാല കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിനി പാനിൻ്റെ ചൂടിൽ കുറച്ച് സമയം വെച്ച ശേഷം നമുക്ക് മീനിന് മുകളിലോട്ട് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ എങ്ങനെയാണോ ഫിഷ് ഫ്രൈ തയ്യാറാക്കുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണേ. ആ ഫ്രൈ ചെയ്ത് വെച്ച മീനും സവാളയും മസാലയും എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്